സാം കറനെ ഇറക്കിയിട്ടും പഞ്ചാബിന് രക്ഷയില്ല. പഞ്ചാബ് ഇന്ന് CSK ടീമിനെതിരെ തോറ്റിരിക്കുകയാണ്. ആകെ കൂടി 167 റൺസ് മാത്രമേ ചെന്നൈ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പഞ്ചാബ് നിരയിൽ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. ശശാങ്ക് സിംഗ്, അശുതോഷ് ശർമ്മ തുടങ്ങി ഒരുപാട് പേരുണ്ട്. എന്നിട്ടും അവർക്ക് CSK ടീമിന്റെ ഈ ചെറിയ സ്കോർ മറികടക്കാൻ സാധിച്ചില്ല. പഞ്ചാബിന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ധോണി വലിയ തന്ത്രങ്ങളാണെന്ന് പയറ്റിയത്. അതുകൊണ്ട് തന്നെ CSK കളി ജയിച്ചു. ഇന്ന് പഞ്ചാബ് തോറ്റ ശേഷം സാം കറൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പഞ്ചാബ് IPL നിന്ന് പുറത്തായി. സാം കറൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളിന്ന് പുറത്താകുമെന്ന് ഒരിക്കലും കരുതിയില്ല. CSK ടീമിനെതിരെ ഈസി ആയിട്ട് ജയിക്കാമെന്നാണ് കരുതിയത്. ചെന്നൈ ടീമിനെ കുറവ് റൺസിൽ ഞങ്ങൾ ഒതുക്കിയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പിഴച്ചത് ബാറ്റിങ്ങിലാണ്. ആരും തന്നെ ഫോമായിട്ടുണ്ടായിരുന്നില്ല. CSK ടീമിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ആണെങ്കിലും ധോണിയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ധോണി ബൗളിങ്ങിൽ നടത്തിയ തന്ത്രമാണ് ഞങ്ങൾക്ക് പണിയായത്. ഞങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വരുന്ന മത്സരങ്ങളിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സാം കറൻ വ്യക്തമാക്കി. സാം കറൻ പോലും പറയുന്നു ധോണിയാണ് CSK ടീമിനെ ജയിപ്പിച്ചതെന്ന്. ധോണിക്ക് അറിയാം ഇന്നത്തെ മാച്ച് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇന്ന് ചെന്നൈ തോറ്റാൽ അവർക്കത് പണിയായേനെ. അതുകൊണ്ട് പഞ്ചാബിനെ ധോണി ബൗളിങ്ങിൽ കുരുക്കി. ധോണിയാണ് ജഡേജയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ജഡേജയായിരുന്നു ഇന്ന് CSK ടീമിന്റെ ഹീറോ. മികച്ച പ്രകടനമാണ് ജഡേജ പുറത്തെടുത്തത്. എന്തായാലും ഇപ്രാവശ്യം ചെന്നൈ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇന്ന് ജയിച്ചതോടുകൂടി CSK പ്ലേ ഓഫ് പ്രതീക്ഷ ഉറപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഇന്ന് പഞ്ചാബിന് ഈസി ആയിട്ട് ജയിക്കേണ്ട മത്സരമായിരുന്നു. അത്രയ്ക്കും കുറവ് ടാർഗറ്റ് മാത്രമേ CSK ടീമിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പഞ്ചാബ് കളി തോറ്റു. അതിലാണ് ആരാധകർക്ക് വിഷമം. ശശാങ്ക് സിംഗ്, അശുതോഷ് ശർമ്മ തുടങ്ങിയ താരങ്ങൾ അവരിലുണ്ട്. എന്നിട്ടും അവർക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.